Hey guys, big Automotive Automotive പുതിയ വീഡിയോയ്ക്ക് ഏറെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടല്ല, ഒരു സെറാമിക് സെന്ററിന്റെ സൂപ്പർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഏത് വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഫോർച്യൂണർ ആണ്. ഏതാ ഫോർച്യൂണർ? നമ്മുടെ അയ്യപ്പനും കോശിയിലൊക്കെ തുടക്കത്തിലുള്ള വണ്ടിയില്ല, സെയിം ഫോർച്യൂണറാണ്, സെയിം കളറാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഷോറൂം മാനേജറായിട്ടുള്ള ശബരിയാണ് നമുക്ക് വിളിക്കാം. ശബരി ചേട്ടാ, ഇതൊക്കെ ശേഷം ശബരി ചേട്ടനെ നമ്മൾ മുന്നേ കുറേ വീഡിയോസിലൊക്കെ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ കുറേ പെൻസിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അത് കിട്ടുമോ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൈനൽ ടച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നറിയേണ്ടത് ഈ ഫോർച്യൂണറിൽ നമ്മൾ എന്തൊക്കെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ട ഈ ഫോർച്യൂണർ ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ കാണുകയാണെങ്കിൽ പൊട്ടിയൊക്കെ പിടിച്ച കാലങ്ങളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ സെറാമിക് ചെയ്ത കാരണം വണ്ടി നോക്കിയേ തിളങ്ങി നമ്മുടെ കണ്ണൊക്കെ വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ ഈ വണ്ടി കാണുമ്പോൾ തന്നെ. ക്യാമറയിൽ കാണുന്നത് ഇങ്ങനെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്? ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്തിട്ടുള്ളത് സെറാമിക് അല്ല, ഗ്രാഫൈനാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഗ്രാഫൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്ത് പോകുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെയിന്റ് വർഷം തന്നെ നമ്മുടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അറിയുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ച്. ഇപ്പോൾ നമ്മുടെ നാക്കൊക്കെ കൊണ്ടിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് അല്ലെങ്കിൽ വീട്ടിൽ പൂച്ചോളൊക്കെ കയറിയിട്ട് മാറ്റി സ്ക്രാച്ച് പെയിന്റ് പോകത്തില്ല. അത് നമുക്ക് സുഖമായിട്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. പിന്നെ ബോഡി അല്ലേ നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബ്ലാക്ക് ഭാഗങ്ങളില്ല. ഇതൊരു നരക്കരങ്ങളൊക്കെ വരും സ്ഥലത്ത്. ഇതെന്ന് ചെയ്യാൻ പറ്റുന്നത് മാറ്റ് ഗ്രാഫൈനോ എന്നുള്ളൊരു മെറ്റീരിയൽ അത് മാറ്റിനായിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മാറും. അതാണ് മെയിൻ പ്രശ്നം. വണ്ടി നല്ല രക്ഷങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഈ ബ്ലാക്ക് സാധനങ്ങൾ നിറച്ച് ഒരു ജാതി കിട്ടും. നമുക്കിന്നെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നും. ഇതിപ്പോൾ ഗ്രാഫൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ ഒരു നനയ്ക്കുന്നത് ബ്ലാക്ക് കളറ് ക്ലിയറായിട്ട് തോന്നുന്നു. അതുപോലെ നമുക്ക് ഈ ക്രോം ഫിനിഷിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ക്രോം ഫിനിഷിങ് സാധാരണ നമ്മുടെ പെയിൻറ്റഡ് വർക്ക്സിൽ ചെയ്യുന്ന സെയിം പിന്നെ എന്ന് പറയുന്നത് ഈ നമ്മുടെ ബാറ്ററിങ് ഏത് ബാറ്ററിങ്ങായാലും അത് കുറച്ച് അതായത് ഒരു ക്ലാവ് കൊടുത്തില്ല. അത് നമുക്ക് പെയിൻറ്റ് ചെയ്തെല്ലാം ഇതിപ്പോൾ നമ്മൾ ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെടി ഇപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിർബന്ധം പിടിച്ച് നമ്മൾ തന്നെ ചെയ്യണതാണ് കേട്ടോ വീഡിയോ. ഇതിപ്പോൾ നമുക്ക് വർക്ക് അവസാനിക്കാറാകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞുണ്ട് ഞാനത് കടന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വരും. അടുത്തായിട്ട് എടുത്ത് പറയുന്നത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്കാണ്. കാരണം ഇപ്പോൾ പുതിയ വണ്ടികൾക്കില്ല, പക്ഷേ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ മോഡൽ വണ്ടികൾക്കൊക്കെ ഉള്ളതാണ്. കുറച്ച് പഴകുമ്പോൾ ഹെഡ്ലൈറ്റ് ഫെയിൽ ആവും. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഒരു ലെയർ നമുക്ക് കട്ടിങ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ടിങ് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ഗ്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെഷീൻ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഗ്ലോ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊട്ടിട്ട് പിന്നെ സെയിം ഗ്രാഫ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് സൈഡ് മിറേഴ്സിലും അതുപോലെ സൈഡ് ഗ്ലാസുകളിലൊക്കെ പുതിയ വണ്ടി കൊണ്ട് നമുക്ക് അധികം തോന്നില്ല. പഴയ വണ്ടി ഒന്ന് ചെയ്യുമ്പോഴേക്കും കാണിക്കാൻ പറ്റുക. നമുക്ക് ഇതിൻ്റെ മറ്റൊന്നും പറ്റില്ല. ഇപ്പോൾ പച്ച മലയാളത്തിൽ സെറാമിക് കോട്ടിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം ഒഴിക്കില്ല പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ. ആ ഒരു സംഭവമാണ്. കാറിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തട്ടി തട്ടി നിലത്തേക്ക് പോകും, അല്ലാണ്ട് വണ്ടിയിൽ ഇങ്ങനെ സ്പ്രെഡായോണ്ടിരിക്കില്ല. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വണ്ടിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡായ ഒരു പാട പോലെ കെട്ടിക്കിട്ടും. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചേമ്പലയിൽ വെള്ളം വന്ന് പോണ പോലെ പോകും. മെയിനായിട്ട് നമുക്ക് വണ്ടികളിൽ വരുന്നൊരു ഇഷ്യൂ ആണ് വാട്ടർ മാർക്ക് വരിക. അതായത് ഒന്നെങ്കിൽ മഴക്കാലത്ത് വണ്ടി വെള്ളം നിന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ട് നമ്മൾ തന്നെ തുടയ്ക്കാൻ വണ്ടിയായിട്ട് എടുക്കും. അങ്ങനെ പിന്നെ ബോർവെൽ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെറാമിക് കോട്ടിങ് ചെയ്യുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡ് മിറേഴ്സിലാണ് അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോട്ടിങ് ഇടാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഗ്ലാസ്സിൽ നമുക്ക് ഓപ്ഷനല്ലാണ്. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈപ്രോബ്ലേഡ് പെട്ടെന്ന് കംപ്ലീറ്റ് വരുന്ന ഒരു വിഷയം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ വാട്ടർ സ്പോട്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഇതിപ്പോൾ സൈഡ് ഗ്ലാസ്സിൽ നമുക്ക് കോട്ടിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ വരുന്ന വാട്ടർ മാർക്ക് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് കൈകൊണ്ട് കുറച്ചിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടിങ് പോകണമെങ്കിൽ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യണം. എന്നാലേ അതിൻ്റെ ലെയർ കട്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് നോർമലി ഒന്നും പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും വന്നിട്ട് ഇടിക്കുക അല്ലെങ്കിൽ കല്ല് സ്റ്റോൺ ചിപ്പിങ് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ സിറ്റബിലിറ്റി ആയിട്ടാണ് കോട്ടിങ് വേണ്ടി വരും. സുഖമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കാൻ പറ്റും.
പിന്നെ നമ്മുടെ മിററിനൊക്കെ നമുക്ക് മെയിൻ വരുന്ന ഒരു സംഭവം തന്നെ. വണ്ടി ഇപ്പൊ നമ്മളൊരു സാധാരണ പോക്കറ്റ് റോഡ് നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടെ പോവാണ്. അപ്പൊ വേലി മുള്ളു വേലിയും സംഭവങ്ങളും ചീമക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ സ്ക്രാച്ച് വരും. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒന്നല്ല. അത് നമുക്ക് ഏത് സ്ക്രാച്ചസ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോലും വാഷിങ്ങിൽ ക്ലീൻ ചെയ്യാം. അതാണ് ഗ്രാഫീൻ ചെയ്തുള്ള ഗുണം വരുന്നത്. ഇത് മറ്റേ വരണമെങ്കിൽ തമ്മിൽ വ്യത്യാസം. ഗ്രാഫീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെറാമിക് പോലെയുള്ള ഒരു കോട്ടിംഗ് ആണ്. നമ്മുടെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് നമ്മൾ ഇട്ടുള്ളത്. മറ്റേതെന്ന് പറഞ്ഞൊരു ഫിലിമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ എൻ്റെ കമ്പൊക്കെ കുളത്തി വലിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ക്യാഷ് ഭയങ്കര കൂടുതലാണ്. അതായത് ഈ ഒരു ചെറിയ പീസ് ചെയ്യാൻ 1200 രൂപ. ഈ ഫുൾ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2,00,000 നല്ല പൈസ ഉണ്ട്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. ഗ്രാഫീനുകളൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ പറയാം. ഗ്രാഫീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കയ്യിലൊക്കെ നമുക്ക് ഗ്രാഫീനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. ഇതാകുമ്പോൾ ഗ്രാഫീൻ നമുക്കൊരു 3 ഇയറിലേക്ക് ഇതൊക്കെ കോട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഇതൊക്കെ കോട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഇതിപ്പോൾ നമ്മുടെ ഒരു 4,500 വരെ പോളിഷാണ്. നോർമൽ പോളിഷിങ് 1 പോളിഷാണ്. നോർമൽ പോളിഷിങ് ആണ്. അത് ഹൈഡ്രോകോട്ടിക് മനസ്സിലായി. കണ്ടില്ലേ, സാധാരണ ഇപ്പം നമ്മളൊരു വണ്ടിയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു പാട പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ വെള്ളം ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു തുള്ളി നമ്മൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നീങ്ങി പോകും. മറ്റേന്ന് പറഞ്ഞാൽ അതിലെങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ പശ പിടിച്ച പോലെ അങ്ങനെ വെള്ളം നിൽക്കുക ചെയ്യാറ്. സാധാരണ കാർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും അത്. അപ്പോൾ നമുക്ക് ഫോർച്യൂണറിൽ തന്നെ നമുക്ക് സെറാമിക് കോട്ടിങ്ങിൻ്റെ ആ ഒരു സവിശേഷത കാണിച്ചു തരാം. പോയിട്ട് നോർമലി നമ്മളൊരു സെറാമിക് കോട്ടിങ് ചെയ്യാത്ത വണ്ടിയിലാണ് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പാട പോലെ അല്ലെങ്കിൽ പശ കട്ട് ചെയ്ത് നിൽക്കണ പോലെ വെള്ളം ഇങ്ങനെ 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 അവിടെ തന്നെ കെട്ടി നിൽക്കും. ഇപ്പം കണ്ടില്ലേ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇപ്പം കണ്ടേ ഈ ഒരു ഡോട്ടിൽ വെള്ളം കിടക്കണം. നമ്മളൊന്ന് കട്ട് കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഒഴുകിയത് പോകും. ഏതൊരു ബബിൾ പോലെ മാറി ഇത് വന്ന് ഇവിടെ ഒന്നും കൂടി വെച്ചാൽ കണ്ടില്ലേ ഈ ഒരു തരത്തിൽ ഇങ്ങനെ ചേമ്പലയിൽ വെള്ളം ഒഴിക്കണത് ഇങ്ങനെയാണോ സെയിം എഫക്റ്റ് വെള്ളം. ഏകദേശം നമ്മുടെ ഫോർച്യൂണറിന്റെ ബാക്ക് ലുക്കിക്കാണ് വന്നിരിക്കുന്നത്. ബാക്ക് ലുക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ എലമെന്റ്സ് ഉണ്ട്. അതായത് ഈ ക്രോമിന്റെ എലമെന്റ്സ്, പിന്നെ ഇവിടെ ബാറ്റിങ് ടെയിൽ ലാമ്പ്, പിന്നെ അത് സ്പോയിലർ അവിടെ നോൺ ടെയിൽ ലാമ്പ്, പിന്നെ നമ്മുടെ റയർ വൈപ്പർ, ബാക്കിന്റെ ഗ്ലാസ്സിൽ എന്ന് പറയുമ്പോഴേ ഡീഫോഗർ തന്നെയാണ്. ഈ ഒരു എല്ലാവരും പുതിയ കാറുകൾ ശ്രദ്ധിച്ചാൽ ഒരു ഓറഞ്ച് ലൈനോട് പോയിക്കുന്നത് ഇതിനാണ് ഡീഫോഗർ എന്ന് പറയാം. അതായത് മഞ്ഞത്ത് വണ്ടി ഓടുമ്പോൾ ഡീഫോഗർ ഓണായി കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ വീഴുന്ന മഞ്ഞ വേണ്ടി ചൂടാവും. എന്നിട്ട് ഈ കോയിൽ ചൂടായിട്ട് ചൂടൊക്കെ വലിച്ചെടുക്കും. അതിനാണ് ഈ ഒരു വരകൾ വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനാണെന്ന് വിചാരിക്കും അതാണ് ഡീഫോഗർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ സെറാമിക് ചെയ്യാൻ വെച്ചോ, സെറാമിക് ഡീഫോഗർ ഓണാകുമ്പോൾ ആ കോട്ടിങ്ങിലല്ലേ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം അത് ഉള്ളിൽ പുറത്താണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലാക്ക് എലമെന്റും ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ നരയ്ക്കണ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ അപ്പൊ ഈ വണ്ടി വന്നിരിക്കുന്നത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക് അല്ല പുറത്തുള്ളത്. ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കണ മാനുവൽ ഓടിക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മാനുവൽ ഓടിച്ചാണ് പഠിച്ചത്. ചിലരൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് ഓടിച്ചെടുക്കാൻ അതിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് വന്നിരിക്കുന്നത്. എഞ്ചിൻ വരെ പോവും. ഗൈസ്, അപ്പോൾ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ ഓണാകുമ്പോൾ ഗിയർ നോബ് ഒന്നാടും, പിന്നെ ആ ഒരു സ്പാർക്കിൻ്റെ സൗണ്ട് വരും. ഏത് വണ്ടി എൻജിനിലേക്ക് സ്റ്റാർട്ടാകുമ്പോൾ ആ സ്പാർക്ക് പോയില്ലേ, കണ്ടോട്ടാ. ക്ലച്ച് ചവിട്ടി പുഷ് സ്റ്റാർട്ട് ഇഗ്നിഷൻ ഞെക്കി കണ്ടാ. ഇന്നോവ തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഉണ്ട് ഈ ഒരു സംഭവം. അതാണ് ഫോർച്യൂണർ. അതായത് ടൊയോട്ടയുടെ വണ്ടി എന്നുള്ള ഐഡന്റിറ്റിയാണത്. എനിക്കൊക്കെ വണ്ടി വണ്ടിയെ നിങ്ങളില്ല
ഗ്ലാസ് വരണം കളയണ അതല്ല റിവേഴ്സ് ഇവിടെ പോളോ പോലെ കുറച്ചുണ്ട് ഇതുവരെ ഓടിച്ചിട്ടില്ല അതിൻ്റെ കുഴപ്പം. ഇങ്ങനെ ഇങ്ങനെ അമർത്തി അടിക്കും നല്ല പടം അല്ല ഒരു അമർത്തിട്ട് കൊടുക്കും. ഇപ്പം മനസ്സിലായി. ഇതെന്തത് ഞാൻ ആൾട്ടോയിലേക്ക് ഇത്തല ക്ലച്ച് എടുക്കുമ്പോഴേക്കും വണ്ടി പോവും. ഇതെന്തോ എടുക്കണം നോക്കിടാ. RPM വരണതൊന്നും എടുത്ത് RPM കൊടുത്തടാ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യുന്ന സമയമായിരിക്കാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ഓണറായിട്ടുള്ള നിവിൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഓക്കെ, നിവിൻ ചേട്ടനുണ്ട്, നമ്മുടെ ഷബി ചേട്ടനുണ്ട്. പിന്നെ നിവിൻ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു കട തുടങ്ങാനുള്ള ഒരു പാഷൻ വണ്ടികളോടുള്ള പാഷൻ തന്നെയാണ് നമ്മൾ ഫോർച്യൂണറിൻ്റെ മുഴുവൻ ലുക്ക് കാണിച്ചു. അതായത് ആ സെറാമിക്കിൻ്റെ സവിശേഷതകൾ എന്താണ് നമ്മൾ ശരിക്കും അടിവരയിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാൽ മതി. ഓക്കെ, ആ ഷോറൂമിൽ ചേട്ടന്മാരോടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട്. സ്കോർപിയോ ഇവിടെ ഒരു സ്കോർപിയോ വന്നിട്ടുണ്ട്. ഈ സ്കോർപിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2007 മോഡല്, ആ ഒരു പഴയ മോഡല് സ്കോർപിയോ ആയിരുന്നു. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഫുള്ളായിട്ട് പണ്ട് അടിപൊളി അലോയ്ക്ക കൊടുത്ത് നല്ല പുതിയ വണ്ടി വെച്ചിട്ടുണ്ട്. കണ്ടാൽ പറയും ഇത് പഴയ മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തോ. മറ്റൊരു പുതിയ കലക്കം വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. Like the bad girl, in me she's the best. Easy with the sad girl, she'll put you to the test. Now she's just a mad girl, laying on your chest. Let her go out with it, go up and down with it. You're just like the bad girl, in me she's the best. Easy with the sad girl, she'll put you to the test. Now she's just a mad girl, laying on your chest. Let her go out with it, go up and down with it. I get addicted to the wrong things. You come along searching for